Today we are going to discuss about hydroxylation or dihydroxylation. അപ്പോൾ hydroxylation reaction എന്ന് പറയുന്നത് ആൽക്കീൻസിൽ നമ്മൾ 2OH ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നതിനാണ് ഹൈഡ്രോക്സിലേഷൻ എന്ന് പറയുന്നത്. ഡൈഹൈഡ്രോക്സിലേഷൻ ആണ് നടക്കുന്നത്. ഒരു OH ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നതിനെ ഹൈഡ്രോക്സിലേഷൻ എന്ന് പറയാം. അപ്പോൾ രണ്ട് OH ഗ്രൂപ്പ് നമ്മൾ രണ്ട് ഡബിൾ ബോണ്ടിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നമ്മൾ ആഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡൈഹൈഡ്രോക്സിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് വിസിനൽ ഡയോൾസ് ആണ്. അപ്പോൾ അതിനെ ഗ്ലൈക്കോൾസ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ റിയാക്ഷനിൽ ഓക്സിഡൈസിങ് ഏജന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മൈൽഡ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് KMnO4 ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ സ്റ്റീരിയോ സെലക്റ്റീവ് റിയാക്ഷൻ ആണ്. അപ്പോൾ രണ്ട് ടൈപ്പ് റിയാക്ഷൻ ഉണ്ട്, സിൻ ഡൈഹൈഡ്രോക്സിലേഷനും അല്ലെങ്കിൽ സിസ് ഡൈഹൈഡ്രോക്സിലേഷൻ, അതുപോലെ തന്നെ ആന്റി ഡൈഹൈഡ്രോക്സിലേഷൻ ഓർ ട്രാൻസ് ഡൈഹൈഡ്രോക്സിലേഷൻ. അപ്പോൾ സിന്നും ആന്റിയും രണ്ട് ടൈപ്പ് ഡൈഹൈഡ്രോക്സിലേഷൻ ആണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. സിന്നിന്റെ വേറെ പേരാണ് സിസ് ഡൈഹൈഡ്രോക്സിലേഷൻ, ആന്റിന്റെ മറ്റൊരു പേരാണ് ട്രാൻസ് ഡൈഹൈഡ്രോക്സിലേഷൻ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഹൈഡ്രോക്സിലേഷൻ നടക്കുന്നത് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ സിസ് ഡൈഹൈഡ്രോക്സിലേഷൻ അല്ലെങ്കിൽ സിൻ 1,2 ഡൈഹൈഡ്രോക്സിലേഷൻ. അതിൽ നമ്മൾ കോൾഡ് ഡൈല്യൂട്ട് ആൽക്കലൈൻ KMnO4 ആണ് റിയേജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആൽക്കീൻസ് ഡൈഹൈഡ്രോക്സിലേഷൻ നടത്തുന്നത് എന്താണ്? കോൾഡ് ഡൈല്യൂട്ട് ആൽക്കലൈൻ KMnO4 വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് അവിടെ വിസിനൽ ഡയോൾസ് അല്ലെങ്കിൽ ഗ്ലൈക്കോൾസ് ആണ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈഥീൻ കോൾഡ് ഡൈല്യൂട്ട് ആൽക്കലൈൻ KMnO4 വെച്ചിട്ട് നമ്മൾ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ഈഥീൻ 1,2 ഡയോൾ കിട്ടും. അതുപോലെ തന്നെ പ്രൊപ്പീന് നമ്മൾ കോൾഡ് ഡൈല്യൂട്ട് ആൽക്കലൈൻ KMnO4 വെച്ചിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ പ്രൊപ്പെയിൻ 1,2 ഡയോൾ കിട്ടും. അപ്പോൾ ഇവിടെ നോക്കുക, ഡബിൾ ബോണ്ടിന്റെ സെയിം സൈഡിലാണ് രണ്ട് OH ഗ്രൂപ്പും ഇവിടെ ആഡ് ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് എന്ത് പറയാം? സിൻ അഡീഷൻ എന്ന് പറയാം. അപ്പോൾ സിൻ ഹൈഡ്രോക്സിലേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് സിസ് പ്രൊഡക്റ്റ് ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പം both oxygen are attached to the same side of the double bond, making the reaction stereoselective. അപ്പോൾ സിസ് ഹൈഡ്രോക്സിലേഷൻ നടന്നിട്ട് നമുക്ക് വിസിനൽ ഡയോൾസ് എന്ന് പറയുന്നത് സിസ് വിസിനൽ ഡയോൾസ് ആണ് നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇനി സൈക്ലോ ആൽക്കീൻ്റെ കേസിൽ നോക്കാം. സൈക്ലോ ആൽക്കീൻ എന്ന് പറയുന്നത് സൈക്ലോഹെക്സീൻ ആണ് നമ്മളിവിടെ എക്സാമ്പിൾ ആയിട്ട് എടുത്തത്. അപ്പോൾ കോൾഡ് ഡൈല്യൂട്ട് ആൽക്കലൈൻ KMnO4 വെച്ചിട്ട് റിയാക്ട് ചെയ്തു നമുക്ക് കിട്ടുന്നത് സിസ് സൈക്ലോഹെക്സൈൻ 1,2 ഡയോൾ ആണ്. അപ്പോൾ സെയിം സൈഡ് കാർബൺ ഡബിൾ ബോണ്ടിന്റെ സെയിം സൈഡിലാണ് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തത്. അതുകൊണ്ട് തന്നെ സിസ് സൈക്ലോഹെക്സൈൻ 1,2 ഡയോൾ ആണ് നമുക്കിവിടെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് പിങ്ക് വയലറ്റ് കളർ ഓഫ് KMnO4 ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട് ഈ റിയാക്ഷൻ നടക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഇത് ടെസ്റ്റ് ഫോർ അൺസാച്ചുറേഷൻ, ഓർഗാനിക് കോമ്പൗണ്ടിന്റെ അൺസാച്ചുറേഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റിയാക്ഷൻ നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ഈ റിയാക്ഷനെ പറയുന്ന പേരാണ് ബെയേഴ്സ് ടെസ്റ്റ് ഫോർ അൺസാച്ചുറേഷൻ. ഇതിൽ ബെയേഴ്സ് റിയേജന്റ് എന്ന് പറയുന്നത് എന്താണ്? കോൾഡ് ഡൈല്യൂട്ട് ആൽക്കലൈൻ KMnO4 ആണ്. അപ്പോൾ ബെയേഴ്സ് റിയേജന്റ് ആണ് ഡൈല്യൂട്ട് ആൽക്കലൈൻ KMnO4. ഈ ടെസ്റ്റിനെ പറയുന്ന പേരാണ് ബെയേഴ്സ് ടെസ്റ്റ് ഫോർ അൺസാച്ചുറേഷൻ. ഇതിന്റെ മെക്കാനിസം ഇതിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് സിലബസിൽ പറയാത്തതാണ്, ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഓസ്മിയം ടെട്രോക്സൈഡ് വെച്ചിട്ടുള്ള ആൽക്കീൻ്റെ ഓക്സിഡേഷൻ ആണ്. അപ്പോൾ ഓസ്മിയം ടെട്രോക്സൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ആൽക്കീൻ കോൾഡ് എത്തീരിയൽ സൊല്യൂഷൻ ഓഫ് ഓസ്മിയം ടെട്രോക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്നത് ഓസ്മിയേറ്റ് എസ്റ്റർ ആണ്. ആ ഓസ്മിയേറ്റ് എസ്റ്റർ നമ്മൾ സോഡിയം ബൈസൾഫേറ്റ് വെച്ചിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ വിസിനൽ ഡയോൾ കിട്ടും. അപ്പോൾ ഇതും ഒരു സിൻ അഡീഷൻ റിയാക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? സിസ് ഐസോമർ ആയിട്ടുള്ള വിസിനൽ ഡയോൾസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആൽക്കീനെ റിയാക്ട് ചെയ്യാം. ആൽക്കീൻ ഓസ്മിയം ടെട്രോക്സൈഡ് വെച്ചിട്ട് കോൾഡ് എത്തീരിയൽ സൊല്യൂഷൻ ഓഫ് ഓസ്മിയം ടെട്രോക്സൈഡ്. അപ്പോൾ അത് നമുക്ക് കിട്ടുന്നത് എന്താണ്? ഓസ്മിയേറ്റ് എസ്റ്റർ ആണ്. ആ ഓസ്മിയേറ്റ് എസ്റ്ററിനെ നമ്മൾ വീണ്ടും സോഡിയം ബൈസൾഫേറ്റ് സോഡിയം ബൈസൾഫേറ്റ് വെച്ചിട്ട് റിയാക്ട് ചെയ്യിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് വിസിനൽ ഡയോൾ ആണ്. അതിന് എക്സാമ്പിൾ ഈഥീന് നമ്മൾ ഓസ്മിയം ടെട്രോക്സൈഡ് വെച്ചിട്ട് റിയാക്ട് ചെയ്തു. ദെൻ സോഡിയം ബൈസൾഫേറ്റ് ഈഥേൻ 1,2 ഡയോൾ നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടി. അപ്പോൾ സിൻ അഡീഷൻ ആണ്, സിസ് പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. പ്രൊപ്പീൻ്റെ കേസിലും അത് തന്നെയാണ്. കോൾഡ് എത്തീരിയൽ ഓസ്മിയം ടെട്രോക്സൈഡ് വിത്ത് സോഡിയം ബൈസൾഫേറ്റ് പ്രൊപ്പെയിൻ 1,2 ഡയോൾ ആണ് കിട്ടുന്നത്. സിൻ പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മെക്കാനിസം നമ്മളിതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുക, നിങ്ങൾക്ക് എക്സാമിന് വരുന്നതല്ല, സിലബസിൽ ഇല്ലാത്തതാണ് മെക്കാനിസം. ആ മെക്കാനിസം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൈക്ലിക് ഓസ്മിയേറ്റ് എസ്റ്റർ ഉണ്ടായി. ആ ഓസ്മിയേറ്റ് എസ്റ്ററിന് സോഡിയം ബൈസൾഫേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്താൽ വിസിനൽ ഡയോൾ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി ട്രാൻസ് ഹൈഡ്രോക്സിലേഷൻ ആണ് പറയുന്നത്.
അപ്പം ആൻറ്റി ഹൈഡ്രോക്സിലേഷൻ അല്ലെങ്കിൽ ട്രാൻസ് ഹൈഡ്രോക്സിലേഷൻ. അപ്പോൾ നമുക്കിവിടെ ആൻറ്റി പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത്. ഡബിൾ ബോണ്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് OH ഗ്രൂപ്പ് ഇവിടെ നിന്ന് ലിങ്ക് ചെയ്യുക. അപ്പോൾ നമ്മളിതിന് ഈ റിയേജൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് പെറോക്സി ആസിഡ്സ് ആണ്. അപ്പോൾ പെറോക്സി ആസിഡ്സ് ആൽക്കീനായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇപ്പോക്സൈഡ് ഫോം ചെയ്യും. ഈ ഇപ്പോക്സൈഡ് ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ ഇപ്പോക്സിഡേഷൻ എന്ന് പറയുന്നത്. ഇതൊരു ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. അപ്പോൾ ഇപ്പോക്സൈഡ് എന്ന് പറയുന്നത് ഒരു 3 മെമ്പേർഡ് സൈക്ലിക് ഈതർ ആണ്. അതിനെ നമ്മൾ എന്ത് പറയും? ഓക്സിറൈൻ എന്ന് പറയും. 3 മെമ്പേർഡ് സൈക്ലിക് ഈതറിനെ പറയുന്ന പേരാണ് ഓക്സിറൈൻ. അത് ഒരു സ്റ്റേബിൾ ഐസൊലേറ്റഡ് പ്രോഡക്റ്റ് ആണ്. ഇനി ആൽക്കീനെ നമ്മൾ പെറോക്സി ആസിഡായിട്ട് റിയാക്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്നത് എന്താണ്? ഓക്സിറൈൻ ആണ്. അതിനെ നമ്മൾ ഇപ്പോക്സൈഡ് എന്ന് പറയും. 3 മെമ്പേർഡ് റിംഗ് ആണ്. ദെൻ കാർബോക്സിലിക് ആസിഡും ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഇപ്പോക്സൈഡ് ആസിഡ് കാറ്റലൈസ്ഡ് റിയാക്ഷൻ നടക്കുകയാണ്. വാട്ടർ വെച്ചിട്ട് ആസിഡ് കാറ്റലൈസ്ഡ് റിയാക്ഷൻ ആണ് വാട്ടർ ഹൈഡ്രോളിസിസ് അല്ലേ? വാട്ടർ എന്ന് പറയുമ്പോൾ ഹൈഡ്രോളിസിസ് ആണ്. അപ്പം ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രോളിസിസ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ കിട്ടുന്നത് എന്താണ്? വിസിനൽ ഡയോൾ ആണ്. അതാണ് ഗ്ലൈക്കോൾ. അപ്പോൾ ഗ്ലൈക്കോൾ കിട്ടുന്നത് എന്താണ്? ആൻറ്റി പ്രോഡക്റ്റ് ആണ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ ട്രാൻസ് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇപ്പോക്സൈഡ് നമ്മൾ ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രോളിസിസ് നടത്തി ഇപ്പോക്സൈഡിനെ അപ്പോൾ കിട്ടുന്നത് വിസിനൽ ഡയോൾ ആൻറ്റി പ്രോഡക്റ്റ് ആണ് അവിടെ കിട്ടുന്നത്. ഇനി എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ പ്രൊപ്പീൻ പെറോക്സി അസറ്റിക് ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇപ്പോക്സി പ്രൊപ്പൈൻ കിട്ടി. ദെൻ അസറ്റിക് ആസിഡും. അതിൻ്റെ മെക്കാനിസം പറയുന്നുണ്ട്. നിങ്ങൾക്ക് സിലബസിൽ ഇല്ലാത്തതാണ്, ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിൽ വെച്ചിട്ടാണ് ഒരു കൺസൾട്ടഡ് റിയാക്ഷൻ ആണ്, 1 സ്റ്റെപ്പ് റിയാക്ഷൻ ആണ്. ഇപ്പോക്സി പ്രൊപ്പൈനും അസറ്റിക് ആസിഡും കിട്ടുന്ന ആ മെക്കാനിസം. ഓക്കെ. ഇനി അതിൽ എന്താണ് നമുക്ക് കിട്ടിയത്? ഇപ്പോക്സി പ്രൊപ്പൈനെ നമ്മൾ എന്ത് ചെയ്തു? ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രോളിസിസ് നടത്തി നമുക്ക് കിട്ടുന്നത് പ്രൊപ്പൈൻ 1,2 ഡയോൾ ആണ്. ആൻറ്റി പ്രോഡക്റ്റ് ആണ്. ഓക്കെ. ട്രാൻസ് പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത്. ഇനി നമ്മൾ അതിൻ്റെ കേസിൽ തന്നെ ഇപ്പോക്സിഡേഷൻ ഓഫ് സൈക്ലോഹെക്സീൻ്റെ കേസ് നോക്കാം. സൈക്ലോഹെക്സീനെ ഇപ്പോക്സിഡേഷൻ നടത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റിയേജൻ്റ് ആണ് മെറ്റാക്ലോറോ പെറോക്സി ബെൻസോയിക് ആസിഡ്. അതൊരു പെറോക്സൈഡ് ആണ്. അപ്പോൾ പെറോക്സൈഡ് വെച്ചിട്ട് നമ്മൾ ചെയ്യാണ് MCPBA മെറ്റാക്ലോറോ പെറോക്സി ബെൻസോയിക് ആസിഡ് ഇൻ CCl4. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 1,2 ഇപ്പോക്സി സൈക്ലോഹെക്സൈൻ ആണ് അവിടെ കിട്ടുന്നത്. 1,2 ഇപ്പോക്സി സൈക്ലോഹെക്സൈൻ. അതിനെ നമ്മൾ ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ ട്രാൻസ് സൈക്ലോഹെക്സൈൻ 1,2 ഡയോൾ ആണ് കിട്ടുന്നത്. ട്രാൻസ് സൈക്ലോഹെക്സൈൻ 1,2 ഡയോൾ. അപ്പോൾ സൈക്ലോഹെക്സൈനും മെറ്റാക്ലോറോ പെറോക്സി ബെൻസോയിക് ആസിഡ് ഇൻ CCl4 വി ഗെറ്റ് എന്താണ്? 1,2 ഇപ്പോക്സി സൈക്ലോഹെക്സൈൻ ആണ്. 1,2 ഇപ്പോക്സി. അപ്പോൾ അവിടെ ഒരു ഇപ്പോക്സൈഡ് ഫോം ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ ക്ലോറോ ബെൻസോയിക് ആസിഡും കിട്ടി. ദെൻ അതിനെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? 1,2 ഇപ്പോക്സി ക്ലോറോ ഹെക്സൈന് നമ്മൾ വാട്ടർ വെച്ചിട്ട് ഹൈഡ്രോളിസിസ് ചെയ്യാണ്. ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ ട്രാൻസ് സൈക്ലോഹെക്സൈൻ 1,2 ഡയോൾ ആണ് അല്ലേ? ട്രാൻസ് പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത്. ഒരു OH കാർബണിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് മറ്റേ കാർബണിലേക്ക് വരുന്നത്. അപ്പോൾ രണ്ടും ഓപ്പോസിറ്റ് സൈഡിലാണ് OH ബോണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ OH ലിങ്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ട്രാൻസ് പ്രോഡക്റ്റ് ആണ് കിട്ടിയത്. ട്രാൻസ് സൈക്ലോഹെക്സൈൻ 1,2 ഡയോൾ. ഓക്കെ.